ആടിത്തിമർത്ത് നൃത്തം ചവിട്ടുന്ന പുതിയ യുവതികളുടെ ലോകമാണ്. ഞങ്ങൾക്കെല്ലാം കീഴടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സംവരണത്തിന്റെ കോട്ടകളിലൂടെ അധികാരത്തിന്റെ സിംഹാസനങ്ങളിലേക്ക് എത്തുമ്പോഴും നിഷേധിക്കപ്പെടുന്ന സ്ത്രീ മൂല്യങ്ങളെ കുറിച്ച് പറയാൻ ആളില്ല. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ, സംവരണം കിട്ടുന്നതിന് മുമ്പായിരുന്നോ സ്ത്രീപീഡനം കൂടുതൽ? അതല്ല, കിട്ടിയതിന് ശേഷമാണോ? തെരുവിൽ വലിച്ചടക്കപ്പെടുന്ന സ്ത്രീത്വത്തിന്റെ കാലമാണിത്. ചാരിത്രത്തിന് മൂല്യമില്ലാത്ത കാലമാണിത്. അതാ കണ്ടില്ലയോ, മോർച്ചറിയിൽ കിടക്കുന്ന പെണ്ണിന്റെ ജലത്തിന്റെ മാറ് കാണാനില്ല. കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ വന്ന വാർത്തയാ. എത്രമാത്രം അധപ്പതിച്ചു പോയി നമ്മുടെ സമൂഹം. എവിടെയെത്തി പുതിയ തലമുറയുടെ വിചാരങ്ങൾ? ഇന്നലെയോ ഇന്നോ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്ന ഒരു കുടുംബത്തെ പിടിച്ച് വാഹനത്തിൽ കയറ്റി പീഡിപ്പിക്കാൻ ശ്രമിച്ച മുസ്ലിം നാമധാരികളായ പ്രതികളെ കുറിച്ച് നിങ്ങൾ ഇന്ന് വായിച്ചിട്ടുണ്ടാവും. കുടിച്ച് ലക്കുകെട്ട ഒരു തലമുറയുടെ ഗതികേട്. മാനുഷികതയെ മുഴുവനും പണയം വെച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറ. അപ്പോഴും നമുക്ക് ഗമയാ, കുഴപ്പമില്ല ഉസ്താദെ, നമ്മൾക്ക് നല്ല പണത്തിന്റെ പത്രാസിന്റെ ഒക്കെ മേളില. ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെ കുറിച്ച് വിലയിരുത്താൻ ഇവിടെ ആളില്ല. നമ്മുടെ സമൂഹം ഇതുപോലെ ഒരുപാട് അരുതായ്മകളുടെ നടുവിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? വീട്ടിൽ നിന്ന് ആത്മീയത നൽകാൻ പ്രത്യേക സ്രോതസ്സുകളില്ല. ഉമ്മാടെ ജീവിതം കണ്ടകടച്ചാണിയായ പിന്നെ മക്കൾ എങ്ങനെ നന്നാവാനാണ്? വാപ്പാന്റെ വിചാരം ആത്മീയതയിലല്ലെങ്കിൽ പിന്നെ മക്കൾ എവിടുന്ന് പാഠം പഠിക്കാനാണ്? അതുകൊണ്ട് പെണ്ണുകളെ, ജീവിതം അല്ലാഹുവിന്റെ പ്രീതിയിലേക്ക് മാറ്റിയ യാതൊരു രക്ഷയില്ല. കാരണം എന്താ? സഹോദരിമാരുടെ വസ്ത്രധാരണം പറഞ്ഞാൽ വല്ലാത്ത ദുരന്തമാണ്. ഇന്ന് പർദാ കച്ചവടക്കാരൻ കോടികൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത് പെണ്ണിന്റെ സൗന്ദര്യം വിറ്റഴിച്ചുകൊണ്ടാണ്. ഇസ്ലാം പറഞ്ഞ ഒരു ലോഹ പിടിച്ചിങ്ങനെ ഇടണമെന്നല്ല. ഇപ്പോഴത്തെ കാലത്ത് പർദ ഹറാമാന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് പർദ എത്തിയിരിക്കുന്നു. അത്രയും വലിയ പരിഷ്കാരം ശൈത്താൻ പർദയുടെ ഉള്ളിൽ കയറിയിരിക്കുന്നു. മുമ്പ് ശൈത്താനിന്ന് രക്ഷപ്പെടാനുള്ള കവചമായിരുന്നു പർദ. ഇന്നതല്ല. പർദാ കച്ചവടക്കാരൻ പെണ്ണിന്റെ വിചാരങ്ങളെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 10,000 രൂപയുടെ വിലയുള്ള പർദകൾ നമ്മുടെ സഹോദരിമാർ ഉപയോഗിക്കുമ്പോ തെരുവിലേക്ക് ഇറങ്ങിയാൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന പർദയാണോ വിമർശിക്കുന്ന പർദയാണോ? നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം. നിങ്ങൾ എണ്ണിക്കൊടുത്ത പൈസ എങ്ങോട്ടാണ് നിങ്ങളുടെ പെണ്ണിനെ നയിക്കുന്നത്? വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മുടെ സംസ്കാരങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ സഹോദരന്മാരുടെ മനസ്സിലേക്ക് വരേണ്ട വിചാരം, മോനെ, ഈമാനുള്ളവരുടെ വീട് ഇവിടെയല്ല, നമ്മുടെ വീടപ്പുറത്താണ്. ഇതൊരു താൽക്കാലികമായ റെസ്റ്റിംഗ് പ്ലേസ് ആണ്. ഇവിടുന്ന് പോകാനുണ്ട്, സഞ്ചാരം തുടരുകയാണ്. ഇത് താൽക്കാലികമാണ്. ഇവിടുത്തെ തുടക്കം ഒടുക്കമുള്ളതാണ്. ഇവിടുത്തെ ഉയർച്ച തകർച്ചയുടെ തുടക്കമാണ്. ഇവിടുത്തെ യുവാവ് നാളത്തെ കിഴവനാണ്. വായിക്കണം. ഇവിടുത്തെ ഒരു ജീവിത സർക്കിൾ അത്യാവശ്യം പെൻഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് വയസ്സൊക്കെ ആകുമ്പോൾ പറയും, ഉസ്താദ് ഇനി എങ്ങനെയെങ്കിലും ഒന്ന് റാഹത്തായിട്ട് മരിച്ചാ മതി. അതാണ് ഈ ലോകത്തിന്റെ ഗതി. മോഹങ്ങൾ അവസാനിക്കുന്ന ലോകമാണിത്. മരിച്ചു കിട്ടിയെങ്കിലെന്ന് ചിന്തിക്കുന്ന ലോകമാണിത്. എന്നാൽ യഥാർത്ഥ ലോകമുണ്ട്. ആ ലോകത്തിന് വേണ്ടി സമ്പാദിക്കാനാണ് ഇവിടെ വന്നത്. ഇന്ന് നമ്മളെല്ലാവരും ചിലപ്പോൾ ഇസ്ലാമിന്റെ സംഘടനകളുടെയും കമ്മിറ്റികളുടെയും ഒക്കെ തലപ്പത്തിരിക്കുന്നവരായിരിക്കാം. പക്ഷേ നമ്മുടെ വീട്ടിൽ ഇസ്ലാമുണ്ടോ? ഇസ്ലാം അന്യമായി പോയി. വിശേഷിച്ചും നമ്മുടെ ഈ ഭാഗത്തേക്കൊക്കെ ആലോചിക്കുമ്പോ വിവാഹത്തിന്റെ അന്ന് ആചാരായാലും ഇസ്ലാമിന്റെ ലേബലുള്ള ആളായാലും മകളുടെയോ മകന്റെയോ കല്യാണത്തിന് ഇല്ലായ്മ ചെയ്യുന്ന മൂല്യങ്ങൾ എത്രയാണ്? അടിച്ചു പൊളിക്കുന്ന ലക്ഷങ്ങൾ എത്രയാണ്? ഹോമിച്ചു കളയുന്ന ദർശനങ്ങൾ എത്രയാണ്? ഇന്ന് എത്രയോ തലങ്ങളിൽ മുസ്ലിം ചെറുപ്പക്കാര് കള്ളുകുപ്പി പൊട്ടിക്കുന്നത് കല്യാണത്തിന്റെ തലേന്നാണ്. കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുവന്ന ആർഭാടങ്ങളുടെയും
സമയമായി പോയില്ലേ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാവേ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര, നിങ്ങളുടെയൊക്കെ വീടുകളിൽ കല്യാണത്തിന് തൊലച്ചകളഞ്ഞ ലക്ഷങ്ങൾ എത്രയാ? അതേ സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഹോട്ടലിന്റെ പിന്നാമ്പുറത്ത് എച്ചിലകളോട് സമരം ചെയ്യുന്ന പാവങ്ങൾ എത്രയാ? വഴിവക്കിൽ നിന്നുകൊണ്ട് പിച്ചച്ചട്ടിയുമായി നാലണയ്ക്ക് വേണ്ടി നീട്ടുന്നവരെത്രയാ? അല്ലാഹു തആല നിനക്ക് തന്ന പണം കൊണ്ടല്ലേ നിന്റെ കല്യാണം നടത്തിയത്, അതിന്റെ തലേന്ന് ആഭാസം നടത്തിയത്. അല്ലാഹുവിന്റെ അധികാരത്തിന്റെ പരിധിയിൽ നിന്ന് നീ പുറത്തല്ല. ഏതെങ്കിലും ഒരു നിമിഷം അവന്റെ വിധിയെത്തിയാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു നിമിഷം പോലും പിന്തിക്കുകയില്ല, മുന്നോട്ട് മാറുകയില്ല. ഇന്ന് എന്തൊക്കെയാ നടക്കുന്നത്? ഓരോ ജില്ലകളിലും ഓരോ തരത്തിൽ അനാചാരങ്ങൾ പെരുകി വരികയാണ്. കല്യാണത്തിന്റെ തലേന്നൊരു കല്യാണം, അതിന്റെ തലേന്ന് വേറൊരു കല്യാണം, പിറ്റേന്ന് വേറൊരു കല്യാണം. എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മൂല്യങ്ങളെയാണ്. നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാര് മദ്യങ്ങളിൽ അന്ത്യമയങ്ങുന്ന ഒരു കാലത്തേക്ക് കല്യാണത്തിന്റെ ചടങ്ങുകളെത്തിയപ്പോ, അല്ലയോ രക്ഷിതാവേ, മനസ്സിലും ഓർക്കണം മദീനയുടെ രാജാവ് മാശബഅലു മുഹമ്മദിൻ ബിസലാസതി അയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം അവിടുന്ന് 3 ദിവസം തുടർച്ചയായി ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറ്റിയിട്ടില്ല. മദീനയിലേക്ക് വന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ 1-ാം വർഷമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഏക കന്യകയായ ആയിഷ റളിയല്ലാഹു അൻഹയെ പുതിയ പെണ്ണ് കൂട്ടിക്കൊണ്ടുവന്നത്. അൻസ്വാരികൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടുകാരെ പോലെയാണ്. ആർഭാടം അനുവദിക്കപ്പെട്ടതാണെങ്കിൽ എത്രയും കെട്ടിയൊരുക്കാൻ പറ്റുന്നതാണ്. കാരണം എന്താ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചന്ദ്രസമാനമായി പ്രകീർത്തനങ്ങൾ ആലപിച്ച് മാടി വിളിച്ച് സ്വീകരിച്ചിരുത്തിയ മദീനയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹം നടക്കുന്നത്. എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോഴാണ് മോനെ ഈമാനുള്ള ചെറുപ്പക്കാരാ, മദീനയിൽ വന്ന ആദ്യ ദിവസങ്ങളിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് പനി ബാധിച്ചു. ചികിത്സ നടത്തിയത് മകളായ ആയിഷയാണ്, അടുത്തു നിൽക്കുന്ന പൊന്നുമോള്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ആയിഷക്ക് പനി ബാധിച്ചു റളിയല്ലാഹു അൻഹാ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി ചോദിക്കുകയാണ്, ഓ പുണ്യ നബിയേ, എന്റെ മകളെ അവിടുന്ന് നിക്കാഹ് ചെയ്തിട്ട് 3 കൊല്ലമാവാനായി, ഇനി കൂട്ടിക്കൊണ്ടുപോകാൻ സമയമായോ നബിയേ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ ലോകത്തിന്റെ മുഴുവനും നേതാവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, സിദ്ദീഖുൽ അക്ബറേ, ആയിഷയ്ക്ക് ഞാൻ പറഞ്ഞ മഹർ കൊടുക്കാൻ എന്റെ കയ്യിൽ ക്യാഷില്ല, അതുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ പരാതിയില്ല. എനിക്കല്പം പണം വായ്പ തരുമോ? 100 ദീനാർ കടം വാങ്ങിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മഹർ കൊടുത്തിട്ട് കൊണ്ടുപോയി. താമസിപ്പിക്കുന്ന വീട് 10 കോടിയുടെ അറയല്ല പെങ്ങളെ, 5 ലക്ഷത്തിന്റെ കലവറയല്ല, മണവറയല്ല മോളെ. അത് പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ അങ്ങനെ ചെയ്യാതിരുന്നത്? അല്ല അല്ല, വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫറാഹ അയ്യമാ ശമമി فأكدت ذهبه فيها ضرورته إن الضرورة لا تعدو على العصم.
കൈ ചില്ലറയില്ല ഞാട്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മണവറയുണ്ടാക്കാഞ്ഞത്, അല്ലെങ്കിൽ അറയൊരുക്കാഞ്ഞത്. വിചാരിച്ചു പോകണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉഹദ് മല ചോദിക്കുകയാണ്, സ്വർണമായി വരട്ടെ നബിയേ? വേണ്ട വേണ്ട, വേണമെങ്കിൽ സ്വർണത്തിന്റെ അറ ഒരുക്കാനുള്ള സാമ്പത്തിക ഭദ്രതയുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു തയ്യാറായില്ല. മണ്ണുകൊണ്ട് പടുത്തുണ്ടാക്കിയ കൊച്ചൊരു മുറിയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്. അതിന്റെ മേലെ ഈത്തപ്പനയുടെ മട്ടൽ വെച്ചു, അതിന്റെ മേലെ അതിന്റെ ഇലകൾ വിരിച്ചു, അതിന്റെ മേലെ അല്പച്ചളിയും ഇട്ടു. ആ വീട്ടിലേക്കാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അതിന്റെ മുമ്പിൽ ഒരു വിരിപ്പിട്ടിട്ടുണ്ട്. നല്ലതുപോലെ കട്ടിയിൽ തട്ടിയ ഒരു തട്ടിന്റെ മുകളിൽ വേണമെങ്കിൽ ഒരാൾക്ക് കയറിയിരിക്കാം. ഇത്രയും ചെറിയൊരു വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അറയിലുള്ള വസ്തുക്കൾ എന്താണെന്ന് ചരിത്ര ഗ്രന്ഥം വായിക്കുമോളെ. ഒരു പാത്രമുണ്ട് വെള്ളം കരുതി വെക്കാൻ, വേറൊരു പാത്രമുണ്ട് വെള്ളമെടുത്ത് പ്രാഥമിക ആവശ്യത്തിന് ഉപയോഗിക്കാൻ, ഒരു കോപ്പയുണ്ട് വെള്ളം കോരിയെടുക്കാൻ, മറ്റൊരു പാത്രമുണ്ട് കാരക്കയിട്ട് വെക്കാൻ, വേറൊരു പാത്രമുണ്ട് അവിടെ ഗോതമ്പിന്റെ മാവിട്ട് വെക്കാൻ. പിന്നീടോ അവിടുത്തേക്ക് 2 വസ്ത്രങ്ങളുണ്ട്, അതൊന്ന് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ. ഒരു വിരിപ്പേ ഉള്ളൂ, ഒരു ചെറിയ വിളക്കുമുണ്ട്. ഇത്രയുമായപ്പോ ആയിഷ ബീവിയുടെ അറിഞ്ഞില്ലേ? ചരിത്രത്തിൽ ഇന്നും കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം ആവശ്യമുള്ള സാധനങ്ങൾ വേണ്ടെന്നല്ല, അനാവശ്യത്തിനു വേണ്ടി ലക്ഷങ്ങൾ പൊടിപൊടിച്ചു കളയുന്ന സഹോദരാ, പണം നിന്റെതല്ല. പണം എന്റേതാ മൊയ്ലാരെ, ഞാനങ്ങ് ചെലവാക്കുമ്പോ നിങ്ങളാരാ ചോദിക്കാൻ? പണം ഒരു തമ്പുരാനും ഇവിടെയില്ല, പണത്തിന്റെ അധികാരി അല്ലാഹുവാ. ഖുർആൻ തന്നെ പറയുന്നു, മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നമ്മൾ നൽകുന്നവരിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. ഒരു ഹോട്ടൽ മുതലാളിയുടെ വിലയെങ്കിലും പടച്ചവനെ കുറിച്ച് നമുക്ക് വേണം. കാരണം തൊഴിലാളി ജോലി എടുക്കുന്നുണ്ടോ എന്ന് മുതലാളി നോക്കും, വിറ്റുവരവ് എത്രയാണെന്ന് മുതലാളി നോക്കും. ഇതുപോലെ അടിമകളുടെ കയ്യിൽ കൊടുത്ത പണത്തിന്റെ കണക്ക് പടച്ചവൻ നാളെ ചോദിക്കും. എത്ര വലിയ ഹാജിയാരായാലും മുതലാളിയായാലും വമ്പനായാലും കൊമ്പനായാലും ടാറ്റയായാലും ബിർളയായാലും ഭാരതിയായാലും ആരായാലും